ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളായി ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. പ്രൈസ് ദി ലോർഡ്. എല്ലാ ശാലോം പ്രേക്ഷകരെയും നഴ്സസ് ടൈമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നഴ്സിംഗ് അതൊരു സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. ധനം സമ്പാദിക്കുവാനായുള്ള മാർഗം മാത്രമായി അതിനെ കാണരുത്. ഓരോ രോഗിയുടെയും വേദനകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കണ്ണുനീരൊപ്പേണ്ടവരാണ് നാം. ഇന്ന് നോർത്തേൺ അറേബ്യയുടെ അഭിമന്യ ക്യാമിലോ ബെല്ലീൻ പിതാവാണ് നമ്മോടൊപ്പമുള്ളത്. പിതാവ് നഴ്സസിനോട് സംസാരിക്കുന്നത് നമുക്ക് ശ്രവിക്കാം. The ministry of the nurses is the continuation of the ministry of Jesus. Jesus wanted to show us, to tell us that God is love.
God loves us. And he gave a very important teaching on the care for the sick people. We read in the Gospel of St. Matthew, chapter 25th, I was hungry and you gave me food. I was thirsty and you gave me drink. A stranger and you welcomed me. Naked and you clothed me. Ill and you cared for me. So when we take care of the sick people, we take care of Jesus, because he identified himself with the ill people. Not only Jesus gave a teaching, but also he gave an example. He has done concretely. He put into practice his love for the sick people. So this teaching and this practice of Jesus encourage us to give all what we can for the ill persons, because everything we do for a sick person, we do it for Jesus. So God give you this courage and this grace to be always very generous with the sick people, because they are the image of Jesus. Thank you. പിതാവിലൂടെ നമ്മോട് സംസാരിച്ച ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പലപ്പോഴും വേദനകളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ മാധുര്യം കൂടുതൽ രുചിച്ചറിയുന്നത്. ഇതാ ഈ സ്നേഹം അനുഭവിച്ച ഒരു നേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. ബീന, നേഴ്സസ് ടൈമിലേക്ക് സ്വാഗതം. താങ്ക് യു. ബീനയുടെ കുടുംബജീവിതവും ജോലി മേഖലയും വിശേഷങ്ങളൊന്നും എല്ലാം പങ്കുവയ്ക്കാവും. ഞാൻ ദുബായിൽ വന്നിട്ട് 12 വർഷമായി. നാട്ടിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ വീട്. എനിക്ക് അപ്പച്ചൻ, അമ്മച്ചി, 3 മക്കളുണ്ട്. മക്കൾ നാട്ടിലാണ് ഇപ്പം. നമ്മൾ കണ്ടുമുട്ടുന്നത് നേഴ്സസ് മിനിസ്ട്രിയിലൂടെയാണ് അല്ലേ? ഞാൻ ബീനയെ കാണുമ്പോഴൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ചെറുപ്പം തുടങ്ങി ബീനയ്ക്ക് ഇങ്ങനെ കിട്ടിയതാണോ അതോ പിന്നീടാണോ? ചെറുപ്പത്തിൽ ഒത്തിരി ദൈവാനുഭവത്തിലാണ് വളർന്നത്. കാരണം ഞങ്ങളുടെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളെല്ലാം പഠിക്കാനും. കാരണം ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. അപ്പച്ചന് ജോലിയൊന്നുമില്ല. അതുകൊണ്ട് ഒത്തിരി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ കടന്നു വന്നതുകൊണ്ട് തന്നെ ദൈവത്തിനോട് ഒത്തിരി അടുത്താണ് കടന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നീട് നേഴ്സിംഗ് പഠിച്ചു. നേഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡാണ് എന്നെ ഗ്രാജുവേഷനെല്ലാം വിടുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ദുബായി വന്നു. ദൈവം അനുഗ്രഹിച്ച് ഒത്തിരി നല്ല ജോലി കിട്ടി. 3 കുഞ്ഞു മക്കളുണ്ടായി. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളോടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു 2002 to 2009 വരെ. അങ്ങനെ സന്തോഷവും സമാധാനത്തോടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഒരു വലിയൊരു എന്നെ ദൈവം ചിലപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഒന്നും കൂടി ഓർമ്മിപ്പിക്കാനായിട്ടായിരിക്കും ഒരു വലിയൊരു സംഭവത്തിലൂടെ പിന്നീട് വീണ്ടും ഞാൻ ദൈവത്തിലോട്ട് കടന്നു വരികയാണ് ഉണ്ടായത്. ഈശോയിലേക്ക് അടുപ്പിച്ച ആ ഒരു സംഭവം അതൊന്ന് വിവരിക്കാം. 2009 ഞങ്ങളുടെ നാട്ടിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡ് മക്കൾ നാട്ടിലാണ്. ഞാനിവിടെ തനിച്ചായിരുന്നു. അപ്പം തനിച്ചായിരുന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ നേഴ്സസ് മിനിസ്റ്ററിലോട്ട് കടന്നു പോകണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്നു. അങ്ങനെ നേഴ്സസ് മിനിസ്റ്ററിലോട്ട് ഞാൻ കടന്നുപോയി. അങ്ങനെ പോകുന്ന സമയത്ത് സെപ്റ്റംബർ 3-ാം തീയതി ഒരു തേഴ്സ്ഡേ നാട്ടിൽ നിന്നൊരു കോൾ വന്നു. ഹസ്ബൻഡിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അതിരപ്പള്ളിയിൽ ടൂർ പോയിരുന്ന സമയത്ത് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. ചെറിയൊരു ഫ്രാക്ചറൊക്കെ ഉള്ളൂ, കയ്യിൽ ചെറുതായിട്ട് കാലിനൊരു ഫ്രാക്ചർ. എന്നാൽ നീ നാട്ടിലോട്ട് പോര്, കാരണം ഹസ്ബൻഡിനെ നോക്കാൻ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് നീ നാട്ടിലോട്ട് പോരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ചെറിയൊരു ഫ്രാക്ചറാണെങ്കിൽ ഞാൻ എന്തിനാണ് ഇവരുടെ ലീവ് എല്ലാം എടുത്ത് പോകുന്നത്, എന്നാലും സാരമില്ല, ഹസ്ബൻഡിനെ നോക്കാൻ ആളുമില്ലല്ലോ, ഞാനത് പോകാൻ നിന്ന് ടിക്കറ്റെല്ലാം റെഡിയാക്കി അന്ന് രാത്രി തന്നെ പോന്നു. ഫ്ലൈറ്റിലെല്ലാം വെച്ച് ഞങ്ങളുടെ കസിൻസിനെല്ലാം കണ്ടുമുട്ടി. പിന്നെ വീണ്ടും എനിക്ക് സംശയം തോന്നി, എന്താ എല്ലാവരും ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ആണെങ്കിൽ ഇത് നാട്ടിലെ കസിൻസ് എല്ലാവരും പോകുന്നത് എന്തിനാണെന്നുള്ള ചിന്ത വീണ്ടും വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി എന്തോ ഹസ്ബൻഡിന് സംഭവിച്ചെന്ന്. അപ്പോൾ തൊട്ട് ദൈവം എൻ്റെ മനസ്സിൽ എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ബാഗിൽ കിടന്ന ഒരു ബൈബിൾ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഒരു വചനം കിട്ടി, തളരരുത്, നിന്നെ താങ്ങി നിർത്തുക തന്നെ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിൽ വെച്ച് തന്നെ ഞാൻ ദൈവത്തിനോട് അനുദപിച്ച് പ്രാർത്ഥിച്ചു, യേശുവേ നീ ഇത്ര നാളും വഴി നടത്തി, എന്നാൽ ഞാനൊരു ജീവിതത്തിൻ്റെ ഭൗതികമായ സുഖങ്ങളും സന്തോഷങ്ങളും ആ ഒരു ഭൗതിക
സ്നേഹവും ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും ഭൗതികമായിട്ടുള്ള സ്നേഹമെല്ലാം അനുഭവിച്ചപ്പോൾ എൻ്റെ ഈശോയെ നിന്നെ ഞാൻ മറന്നു, നിന്നെ മറന്ന ആ ഒരു ജീവിത കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ അനുദപിച്ചു. ആ ഫ്ലൈറ്റിലിരുന്ന് തന്നെ 3-4 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോയെ എൻ്റെ ഹസ്ബൻഡിനെ, എൻ്റെ വർഗീസേട്ടനെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഏത് അവസ്ഥയിലാണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ്. ദൈവം നിന്നെ മഹത്വപ്പെടുത്തും, ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്തി ജീവിക്കും എന്നുള്ളൊരു വാഗ്ദാനം ഞാൻ അവിടെ വെച്ച് ദൈവത്തിന് കൊടുത്തു. എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത്. അവിടെ ചെന്നപ്പോഴേ ഓൺ ദ സ്പോട്ടിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെയും എൻ്റെ മക്കളെയും ലോകത്തിൽ തനിച്ചാക്കിയിട്ട് വിട പറഞ്ഞിരുന്നതെന്ന് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. അതിന് ഒത്തിരി നടക്കുന്നൊരു സംഭവമായിരുന്നു. കാരണം 32 വയസ്സേ ഉള്ളൂ എനിക്ക്. 3 കുഞ്ഞു മക്കളാണ്. 7 വയസ്സ്, 5 വയസ്സ്, 3 വയസ്സ്, 2.5 വയസ്സ്, 3 വയസ്സായിട്ടില്ല താഴെയുള്ള കൊച്ചിന്. ടോട്ടലി ഹസ്ബൻഡ് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം എന്നെ ഒത്തിരി വേദനിപ്പിച്ചു. അങ്ങനെ ആ ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ പിന്നെ വീണ്ടും ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒരുക്കിയത്. ഇങ്ങനെയുള്ളൊരവസ്ഥ വന്നു. ആ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം എങ്ങനെയാണ് ബീനയ്ക്ക് മനസ്സിലായത്? എനിക്ക് ഹസ്ബൻഡ് മരിച്ച ആ ജീവനില്ലാത്ത ശരീരത്തിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ 3 മക്കളെയും കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തി എന്നിലേക്ക് ഒഴുകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പരിശുദ്ധ മാതാവിൻ്റെ ആ ഒരു സഹനത്തിൻ്റെതായ അവസ്ഥകൾ എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് പോലെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുമായിരുന്നു. കന്യകയായിരിക്കെ ഗർഭിണിയാവുക, അതൊക്കെ വലിയ സഹനത്തിൻ്റെ അവസ്ഥകളാണ്. ആ ജനനം കൊടുക്കാനായിട്ട് മാതാവ് അനുഭവിച്ച ആ സഹനത്തിൻ്റെ അതേ അവസ്ഥ, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് സ്വന്തം മകൻ്റെ പീഡാസഹനം, കുരിശുമരണം, അതെല്ലാം പുറകെ നിന്ന് കണ്ടുകൊണ്ട് നടക്കുന്നൊരു അമ്മയുടെ മാനസികാവസ്ഥ. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപയും സ്നേഹവും ദൈവത്തിൻ്റെ വലിയൊരു ശക്തി എന്നിലേക്ക് ഒഴുകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ മനസ്സിൽ അപ്പോൾ തന്നെ ഞാനിങ്ങനെ മനസ്സിൽ പറയുകയാണ്, ഇല്ല എനിക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റും, എൻ്റെ മക്കളെ എനിക്ക് വളർത്താൻ പറ്റും, എനിക്കെൻ്റെ മക്കളെ നല്ല രീതിയിൽ നോക്കുവാനും എനിക്ക് സ്റ്റേണായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. അങ്ങനെ വളരെ മാനസിക അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ദുബായിലും ഉണ്ടായിരുന്നൊരു ടോമച്ചൻ, നമ്മുടെ ഒരു പച്ചനില്ല, മരിച്ചുപോയി. അച്ഛൻ എന്നെ കാണാനായിട്ട് വന്നു. അച്ഛൻ കാണാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ബീന ഇങ്ങനെ ഇരുന്നാൽ പോരാ, നിൻ്റെ മക്കൾ ചെറുതാണ്, നീ മുന്നോട്ട് നിനക്ക് ഒത്തിരി ജീവിക്കാനുള്ളതാണ്, ഒത്തിരി കാര്യങ്ങൾ നിനക്ക് ചെയ്യാനുള്ളതാണ്, നീ ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, നീ ഒരു ധ്യാനമെല്ലാം കൂട്. അപ്പോൾ ഹസ്ബൻഡ് മരിച്ചിട്ട് 7 ദിവസം ആയതേ ഉള്ളൂ. അച്ഛൻ്റെ നിർബന്ധപ്രകാരം അച്ഛൻ തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് ധ്യാനത്തിനെല്ലാം ബുക്ക് ചെയ്തു. അന്ന് ധ്യാനത്തിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ ആ ലാസ്റ്റ് ഡേ വരെ എൻ്റെ മനസ്സിൽ ഒന്ന് മാത്രം, ദൈവം സംസാരിക്കുന്ന ഒരു വീഡിയോ മുന്നിൽ ഇങ്ങനെ എഴുതി പോവുക. അങ്ങനെ എയർപോർട്ടിലൊക്കെ നമ്മളിങ്ങനെ എഴുതി മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്യുന്ന പോലെ എഴുതി പോകുന്നതാണ്, നിന്നെ ധൈര്യപ്പെടുത്താൻ വരുന്നവരെ നീ ധൈര്യപ്പെടുത്തണം. ഈ ഒരു മെസ്സേജും അതുപോലെ തന്നെ വേറെ വരണം, സൃഷ്ടാവിനേക്കാൾ കൂടുതൽ സൃഷ്ടികളെ സ്നേഹിക്കരുത്. ആ 2 മെസ്സേജും എൻ്റെ മനസ്സിൽ നല്ലപോലെ തറച്ചു നിന്നു. കൗൺസിലിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു. അവരെല്ലാം സമാധാനവും ആശ്വാസവും മെസ്സേജും എല്ലാം തന്നു. അങ്ങനെ തിരിച്ചു വന്നു. പതിവ് പോലെ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളെല്ലാം കാണാൻ വരുന്നു, ഇങ്ങനെ സഹതപിക്കാൻ വരുന്നവരുണ്ട്. അവരുടെ എല്ലാം ഞാൻ പറയുന്നത്, സാരമില്ല, പൊക്കോട്ടെ, നമ്മൾ ആരായാലും മരിക്കും ഒരു ദിവസം. കല്ലറ വരെ ആരുടെ സ്നേഹം, നമ്മുടെ കല്ലറ കെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കൊക്കെ ഭയങ്കര അതിശയം, എങ്ങനെ അവൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു. അങ്ങനെ പിന്നീട് ദുബായിലോട്ട് വരേണ്ട ഒരവസ്ഥ വന്നു. 1 മാസത്തെ ലീവ് കിട്ടിയുള്ളൂ. തിരിച്ച് സെപ്റ്റംബർ 3-ാം തീയതിയാണ് ഹസ്ബൻഡ് മരിക്കുന്നത്. ഒക്ടോബർ 11-ാം തീയതി വരെ എനിക്ക് ലീവ് തന്നുള്ളൂ. ഒക്ടോബർ 11-ാം തീയതി തിരിച്ച് വന്നേ പറ്റൂ. അങ്ങനെ തിരിച്ചു വരാനായിട്ട് എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ ഹസ്ബൻഡായിട്ട് ഒന്നിച്ച് ജീവിച്ച ആ ഒരു സ്ഥലത്തോട്ട് വീണ്ടും തിരിച്ചു വരുന്ന അവസ്ഥ. ഇവിടെ വന്നപ്പോഴെല്ലാം ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്നെ 2 കൈ നീട്ടി താങ്ങി നിർത്താനും സ്നേഹം തരുവാനും ഒത്തിരി ചേച്ചിമാർ, അധികം നേഴ്സസ് മിനിസ്ട്രിയിൽ കൂടെ ദൈവം മുമ്പേ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിൽ 2 ആഴ്ച മുമ്പ് ഞാൻ പോയെന്ന് പറഞ്ഞല്ലോ, ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പ് 2 ആഴ്ച പോയിരുന്നപ്പോൾ അന്ന് ശുശ്രൂഷ ചെയ്യുന്ന ബ്രദറിന് ദൈവം വിഷൻ കൊടുത്തായിരുന്നു, മെസ്സേജ് കൊടുത്തായിരുന്നു. എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ദൈവം മെസ്സേജ് കൊടുത്തു, അവൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, ഞാനിങ്ങനെ കരഞ്ഞിരിക്കുന്നതായിട്ട് ആ ബ്രദറിന് മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം അതിനുവേണ്ടി ആ ബ്രദർ ഒരു ചേച്ചിയെ, ഒരു ഷീബ എന്ന് പറഞ്ഞൊരു ചേച്ചിയെ ഒരുക്കി നിർത്തിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്നും ഇവിടെ ദിവ്യബലി മുടങ്ങാതെ ഞാൻ ദിവ്യബലി കൂടും. കാരണം എനിക്ക് ആ ഹസ്ബൻഡ് മരിച്ച് വന്ന സമയത്ത് ആരും എനിക്കിങ്ങനെ പറഞ്ഞു തന്നു, നമ്മൾ ആരെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ ബലിയിൽ അർപ്പിക്കുന്ന സമയത്ത് അവർ ഒന്ന് ശ്രദ്ധിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലാതെ ഹസ്ബൻഡ് എന്നും ബലി അർപ്പിക്കുന്ന സമയത്ത് ആൾട്ടറിൻ്റെ മുമ്പിൽ വന്ന് നോക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഹസ്ബൻഡിനോട് പ്രാർത്ഥിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു ചിന്തയിൽ എന്നും ഞാൻ പള്ളിയിലോട്ട് ഓടി വരും, ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാക്കൾക്ക് പ്രാർത്ഥന കിട്ടാതെ പോയ ആത്മാക്കളുണ്ട്, അല്ലെങ്കിൽ ശാന്തി മീൻസ് ശുദ്ധീകരണ സ്ഥലത്തിന് ആത്മാക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു ഇത് കിട്ടണമെന്നില്ല.
ഇങ്ങനെ ചിലപ്പോൾ എൻ്റെ അവസ്ഥയിൽ കടന്നു പോയവർക്കൊക്കെ ചിലപ്പോൾ ആ ഒരു പ്രചോദനം കിട്ടത്തുള്ളൂ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനുമായിട്ട് എന്നും ഞാൻ മിക്കവാറും 6 മണിയുടെ മാസത്തിനാണ് വരുന്നത്. നൈറ്റ് ആണെങ്കിൽ ഈവനിങ് മാസം അധികം മുടക്കാറില്ല. അങ്ങനെ മാസത്തിന് വരുമ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ ഗ്രോട്ടയുടെ മുന്നിൽ നിന്ന് പറയും, മാതാവേ, ഞാൻ നോക്കുന്ന മക്കൾ വഴിതെറ്റിപ്പോകും, എനിക്കൊരു ഗ്യാരണ്ടിയില്ല. പക്ഷെ നീ നോക്കുന്ന മക്കൾ വഴിതെറ്റി പോകുന്നില്ല. എൻ്റെ മക്കൾക്ക് ലഭിക്കാതെ പോയ പിതാവിൻ്റെ പിതൃത്വം, വാത്സല്യം, മാതാവിൻ്റെ സംരക്ഷണം, ലാളന അത് നീ കൊടുക്കണം. മാതാവിൻ്റെ മടിയിലോട്ട് അല്ലെങ്കിൽ യേശു അപ്പച്ചൻ്റെ മടിയിലോട്ട് ഇട്ട് വെക്കുന്ന മക്കൾ ഒരിക്കലും ചീത്തയാകാൻ പോകത്തില്ല. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് ഞാൻ എന്നും മാതാവിൻ്റെ ഗ്രോട്ടയിൽ നിന്ന് പറയും, മാതാവെ നോക്കിക്കൊള്ളണം. അല്ലെങ്കിൽ അവർക്ക് ചെറിയ അസുഖങ്ങൾ വരുമ്പോഴാണെങ്കിലും, മാതാവെ പനിയാണ് അല്ലെങ്കിൽ ഇന്ന് ഒരു അസുഖമായിട്ട് അവൻ സ്കൂളിൽ പോയിട്ടില്ല, ഒന്ന് നോക്കിക്കൊള്ളണേ, അവൻ മരുന്നൊക്കെ സമയത്തിന് കൊടുക്കാനായിട്ട് പ്രായമുള്ള അപ്പച്ചൻ അവരൊന്ന് ഓർമ്മിപ്പിക്കണേ, എല്ലാ കാര്യങ്ങളും. അത് ഇന്നേ വരെ അവരൊരു കുറവും വരാതെ ദൈവം നോക്കുന്നുണ്ടായിരുന്നു. ബീന, നമുക്കറിയാം നമ്മൾ അത്രയധികം ദൈവത്തിനെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ അത്രയധികം ദൈവസ്നേഹത്തിലിരിക്കുമ്പോൾ മാത്രം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം നേഴ്സസ് മിനിസ്ട്രിയിൽ വളരെയധികം ഒത്തൊരുമിച്ച് ഒന്നായിട്ട് ആ ഒരു കൂട്ടായ്മയോടുകൂടി ഇന്ന് പ്രാർത്ഥിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു, ബീനയുടെ മൂത്ത കുട്ടിയുടെ അസുഖം. അതിനെക്കുറിച്ച് എന്താ ബീനയ്ക്ക് പറയാനുള്ളത്? എൻ്റെ മകൻ ജോയലിന് മൂത്ത മകനാണ്, കഴിഞ്ഞ മാസം ജൂലൈ 17-ാം തീയതി അവന് സാധാരണ മക്കൾക്കൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു വൈറൽ ഫീവർ വന്നു. 2 ദിവസം കൊണ്ട് പനി മാറുകയും ചെയ്തു. പിന്നീട് അവന് കാലിൻ്റെ മുട്ടിലും കൈൻ്റെ മുട്ടിലൊക്കെ ചെറുതായിട്ട് പെയിൻ പറഞ്ഞു. അതും സാരമാക്കിയില്ല. പിന്നെ എന്നാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ തന്നെ അവന് ഫിറ്റ്സ് വന്നു. തുടർച്ചയായ ഫിറ്റ്സ് ഒരു 1.5 or 2 hours ഫിറ്റ്സ് വന്നുകൊണ്ടിരുന്നത്. മെഡിസിൻസ് എന്താ കൊടുത്തിട്ടും ഫിറ്റ്സ് നിൽക്കുന്നില്ല. അപ്പോൾ തന്നെ അവിടെ നിന്ന് ആംബുലൻസിൽ നിന്ന് മെഡിക്കൽ സെൻറ്ററിൽ കൊണ്ടുപോയി എറണാകുളത്ത്. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു അവന് പനിയിൽ വന്നപ്പം വന്ന അണുബാധ തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ട്, നല്ല വിഗ്രസ് ആയിട്ടുള്ള ഇൻഫെക്ഷനാണ്, അതുകൊണ്ട് ICUയിൽ അഡ്മിറ്റായി. കുഞ്ഞിൻ്റെ അൺകോൺഷ്യസ് ലെവലിലോട്ട് കുഞ്ഞ് പോയി. അവന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ബ്രീതിങ് കൊടുക്കാൻ പറ്റുന്നില്ല. അവൻ ഓൾറെഡി ആസ്മാറ്റിക് ആണ് അവൻ. അപ്പോൾ അവന് ബ്രീതിങ് ഡിഫിക്കൽട്ടി വന്നു. അപ്പം അവർ വെൻറ്റിലേറ്റ് ചെയ്യാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇൻറ്റുബേറ്റ് ചെയ്തു, വെൻറ്റിലേറ്ററിലാക്കി. എന്ത് മെഡിസിൻ കൊടുത്തിട്ടും ഫിറ്റ്സ് നിൽക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും പറയാൻ പറ്റത്തില്ല, ഇൻഫെക്ഷൻ അത്രയും ബ്രെയിനെ ബാധിച്ചു കഴിഞ്ഞു. കുഞ്ഞിന് ഫിറ്റ്സ് നിന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫിറ്റ്സ് നിൽക്കുന്നില്ല. ഇടയ്ക്ക് 1 പ്രാവശ്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വെൻറ്റിലേറ്ററിൽ നിന്ന് ഔട്ടാക്കാൻ നോക്കിയിട്ടും വിതിൻ സെക്കൻഡ്സ് വെൻറ്റിലേറ്റർ വീണ്ടും ഇടേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നപ്പം കസിൻസ് എല്ലാം പറഞ്ഞു നമുക്കിനി ഇപ്പോൾ ഇവിടെ മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് അല്ലാതെ വേറൊരു പീഡിയാട്രിക് ന്യൂറോ ഉള്ള വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലോട്ട് മാറ്റാം. അങ്ങനെ സജസ്റ്റ് ചെയ്തു. ബീനയുടെ സജഷനാണ്. കുഞ്ഞിനെ മാറ്റിയാലും വലിയ ഇതൊന്നും ഡോക്ടർ പറയുന്നില്ല, ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളൂ, മാറ്റണേ നിങ്ങൾക്ക് മാറ്റാം, മാറ്റിയില്ല ആ ഒരു അവസ്ഥയിൽ മാറ്റുന്നതും വലിയൊരു ട്രാൻസ്പോർട്ടേഷനും വലിയൊരു ബുദ്ധിമുട്ടാണ്. ഡോക്ടർ പറഞ്ഞു മാറ്റാം, പക്ഷേ എനിക്ക് മാറ്റുന്ന സമയത്ത് ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ കൺഫ്യൂഷനായ സമയത്ത് ആരെന്നറിയില്ല, എവിടെ നിന്നറിയില്ല, എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പോൾ ഫോൺ കോൾ സാധാരണ ആ സമയത്ത് ഫോൺ കോൾസ് ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ഫോൺ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞ് അത്രേ പറഞ്ഞുള്ളൂ, ബീനയുടെ ചേച്ചിയുടെ മകന് വന്ന അസുഖം എൻ്റെ മകനും വന്നിട്ടുണ്ട്, ഞങ്ങൾ ആ കുഞ്ഞിനെ അമൃതയിലോട്ടാണ് കൊണ്ടുപോയത്, അവിടെ നല്ലൊരു ഡോക്ടറുണ്ട്, കുഞ്ഞിനെ ധൈര്യമായിട്ട് ചേച്ചി അമൃതയിലോട്ട് കൊണ്ടുപോകും. ആ വിളിച്ച വ്യക്തി ആരാണെന്ന് ഇന്നും ഞങ്ങൾക്കറിയില്ല, എങ്ങനെ എൻ്റെ നമ്പർ കിട്ടിയെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു കോൾ വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കോളാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ആ ഡിസിഷൻ എടുക്കാൻ പോലും ഞാൻ ആ ബുദ്ധിമുട്ടുന്ന ആ ഒരു സാഹചര്യം പോലും ആ ഒരു പ്രതിസന്ധി പോലും ദൈവം മനസ്സിലാക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു തീരുമാനമായി. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ആ കൊച്ചിനെ അമൃതയിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അമൃതയിലോട്ട് അവിടുന്ന് ആംബുലൻസ് എല്ലാം വന്ന് കുഞ്ഞിനെ അമൃതയിലോട്ട് മാറ്റി. അവിടെ വെച്ചും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും പറയാനില്ല. ഡോക്ടർ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യുന്ന എനിക്കും പറയാൻ പറ്റത്തില്ല, ഇനി എന്ത് സംഭവിക്കുന്നത് എനിക്കും പറയാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു സെയിം ട്രീറ്റ്മെൻറ്റ് എല്ലാം സെയിം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്, എന്നാലും ബെറ്റർ ഹോസ്പിറ്റലാണെന്നുള്ളൊരു സമാധാനം മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും പ്രാർത്ഥന റിക്വസ്റ്റ് എല്ലാം പോയി. കേരളത്തിന് പുറത്തും ഇവിടെ നേഴ്സസിനെല്ലാം കൂട്ടമായി ചെയിൻ പ്രയർ. എൻ്റെ ഹോസ്പിറ്റലിലാണെങ്കിൽ അതിനൊരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങി, ഒരു ചെയിൻ പ്രയർസ് എല്ലാം അവർ തുടങ്ങി. അതിപ്പോഴും ഡിവൈൻ മേഴ്സി എന്നുള്ള പേരിൽ ആ പ്രയർ ഗ്രൂപ്പ് ഞങ്ങൾ ഹോസ്പിറ്റലിലെ സെൽ ഗ്രൂപ്പ് പ്രയർ സെൽ അവിടെ തുടരുന്നുണ്ട് ഇപ്പോഴും. സൺഡേ ഡോക്ടർ 3 മണിയായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് ഞങ്ങൾ ഒന്നും കൂടെ വെൻറ്റിലേറ്ററിൽ നിന്ന് ഔട്ടാക്കുന്നുണ്ട്, ഇനി വീണ്ടും തിരിച്ച് വെൻറ്റിലേറ്ററോട്ട് പോയി കഴിഞ്ഞാൽ എന്താവുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം 3 പ്രാവശ്യം ഓൾറെഡി 4ാമത്തെ പ്രാവശ്യമാണ് വെൻറ്റിലേറ്ററിൽ നിന്ന് ഔട്ടാക്കുന്നത്. എൻ്റെ അപ്പച്ചനമ്മച്ചാണെങ്കിൽ മുട്ടയും ഇറങ്ങിയിട്ടേ ഇല്ല, കണ്ടിന്യൂസ് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അവർ നോക്കിയ മോനെ എന്നെക്കാളും വേദന അവർക്ക്. ആ വേദന കാണുമ്പോൾ ഞങ്ങൾക്ക് അതിലും വേദന, മോൻ്റെ വേദനയെക്കാളും വേദനയാണ് ഞങ്ങൾക്ക് അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെയും വേദന. കാരണം അവർ ഈ പ്രായത്തിൽ ഇത്രയും വേദന അവർ അനുഭവിക്കുന്ന കാണുമ്പോൾ അത് ഞാനും അനിയത്തിയും പെട്ടെന്ന് അവിടെ തൊട്ടപ്പുറത്തൊരു ചാപ്പലുണ്ട്, ഒരു പള്ളിയുണ്ട്, അവിടെ പോയിരുന്നു ഞങ്ങൾ മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ കുർബാന 5 മണിക്ക് മാസ് ഉണ്ടായിരുന്നു. ആ മാസ് ഇങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ പുറത്ത് ഈ ബിൽഡിംഗ് എല്ലാം പണിത് കുറച്ച് ചരൽ കൂട്ടിയിട്ടുണ്ട്. ആ ചരലും കൊണ്ടുപോയി പള്ളിയിൽ വിരിച്ചിട്ട് ചരലിൽ മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കറക്റ്റ് ആ കുർബാനയുടെ ആ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു, ഫോൺ വിളിച്ചു. ഞാൻ വേഗം ഫോൺ ചെയ്യുമ്പോൾ അമൃത ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ചേച്ചി വേഗം വരണം, ജോയിലിന് ബ്രീതിങ് ഡിഫിക്കൽട്ടി ആയി, വീണ്ടും വെൻറ്റിലേറ്ററിലോട്ട് പോകണം, വെൻറ്റിലേറ്റർ ഇടാൻ പോവുകയാണ്, ചേച്ചി വേഗം വാ, കൺസെൻറ്റ് തരണം എന്ന് പറഞ്ഞു.
അതുകൊണ്ട് വീണ്ടും വെന്റിലേറ്ററോട്ട് പോയപ്പോൾ എല്ലാവരും പ്രതീക്ഷ മുഴുവൻ പോയി. അപ്പം ഞങ്ങൾ ഇനിയിപ്പം കുഞ്ഞിൻ്റെ കാര്യം ഇങ്ങനെയാണല്ലോ, എന്താ പിന്നെ വൈകിട്ടായപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടി, ബ്രദറിന് ഏതെങ്കിലും ഒരു പ്രീസ്റ്റിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കണം. പെട്ടെന്ന് തന്നെ മനസ്സിൽ അമൃതയുടെ അടുത്ത് കറുകുറ്റിയിലാണല്ലോ ഫാദർ ബോസ്കോച്ചനെ പെട്ടെന്ന് വിളിക്കാനായിട്ട് ബോസ്കോച്ചനെ ഞാൻ വിളിച്ചു. അങ്ങനെ അച്ഛനെ കൂട്ടി, എൻ്റെ അപ്പച്ചനും ചേട്ടൻ്റെ മോനും കൂടെ അച്ഛനെ കൂട്ടി കൊണ്ടുവന്നു. അച്ഛൻ പെട്ടെന്ന് വന്നു. അച്ഛൻ വരുന്ന സമയത്തെല്ലാം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഡിവൈൻ മേഴ്സി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക, കരുണയെ ഒഴുക്കാനും അച്ഛൻ വരുന്ന സമയത്തും അച്ഛനിലൂടെ പ്രവർത്തിക്കാനും എല്ലാം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ബെഡിൻ്റെ തൊട്ടിപ്പുറത്ത് കിടന്ന് ഒരു കുഞ്ഞ് 1-1.5 വയസ്സുള്ളൊരു മകൻ. അപ്പോൾ 1.5 വയസ്സുള്ള മകൻ്റെ അടുത്തൊക്കെ പാരൻസിനെ നിർത്തും, അമ്മയെ അല്ലെങ്കിൽ അപ്പച്ചനെ ആരെങ്കിലും നിർത്തും. അപ്പോൾ ഒരു അമ്മ പുറത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അനിയത്തിയുടെ അടുത്ത് പറഞ്ഞു, അനിയത്തിയുടെ കൊച്ചാന്നാണ് വിചാരിച്ചത് ജോയിൽ. ആ അനിയത്തിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ മകന് ഭയങ്കര സീരിയസ് ആകട്ടോ, അവൻ്റെ കഴിഞ്ഞു, അവൻ്റെ ECG എല്ലാം നിന്നു, അവൻ്റെ ഡോക്ടേഴ്സ് എല്ലാം ചുറ്റും കൂടിയിട്ടുണ്ട്, ഞങ്ങളെയൊക്കെ പുറത്തോട്ടാക്കിയതാണ്, അവൻ്റെ കഴിഞ്ഞു, അവൻ്റെ ECG എല്ലാം സ്റ്റോപ്പായി, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഈ കൊന്തയും പുസ്തകവും നമ്മുടെ സെക്കൻഡ് രോഗശാന്തി പുസ്തകം എല്ലാം വായിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക ICUവിൻ്റെ മുന്നിലൂടെ. അപ്പോൾ അനിയത്തിക്ക് പെട്ടെന്ന് ഇവിടെ അനിയത്തി പറഞ്ഞു, സാരമില്ലേ ചേച്ചി, ഞങ്ങൾക്ക് 12 വയസ്സ് വരെ അവനെ തന്നല്ലോ, അത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതിക്കോളാം, അത് ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവം ചെയ്യട്ടെ, ദൈവത്തിന് എടുക്കാനാണ് ഇഷ്ടം, ദൈവം എടുക്കട്ടെ, ഞങ്ങൾക്ക് അതിൽ വിഷമമൊന്നുമില്ല ചേച്ചി, ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഭയങ്കര അതിശയമായിട്ട്, മോളുടെ കൊച്ച് തന്നെയല്ലേ, എൻ്റെ അല്ല എൻ്റെ ചേച്ചിയുടെ കൊച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ, ചേച്ചി ദൈവം, അപ്പം ഞാൻ അച്ഛനെ നോക്കി ഇങ്ങനെ നിൽക്കുക, ചേച്ചി ദൈവം അവിടെ നിൽക്കുന്നു, അവൾക്ക് അങ്ങനെ സങ്കടമില്ല, ഞങ്ങൾക്കറിയാം ദൈവം എന്ത് ഞങ്ങൾക്ക് തരുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച് തരുന്നല്ല ഞങ്ങൾ സഹിക്കാൻ തയ്യാറായിട്ട് ഞങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ വന്നപ്പോൾ ആ ചേച്ചി സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു പേടിപ്പെടുത്തുന്ന ഒരു രീതിയിൽ ചേച്ചിയുടെ സംസാരമൊക്കെ ആയിരുന്നു. തിരിച്ച് അനിയത്തി എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഇങ്ങനെയെല്ലാം പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഇതെല്ലാം എന്തോ ഒരു ഇതാണ്, നീ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കാനുള്ള തടസ്സമായിട്ട് കണ്ടാൽ മതി, അച്ഛൻ വരട്ടെ പ്രാർത്ഥിക്കട്ടെ, ഒന്നും സംഭവിക്കത്തില്ല, ധൈര്യമായിട്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അച്ഛൻ വന്നു അച്ഛനോട് ഇതെല്ലാം പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ച അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്, വലിയ കാര്യമൊന്നുമില്ല പ്രാർത്ഥിച്ചിട്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ വാ ധൈര്യമായിട്ട് വന്നു പറഞ്ഞു. ഞങ്ങളെല്ലാവരും സാധാരണ ഐസിലോട്ട് അങ്ങനെ കടത്തത്തില്ല എല്ലാവരും, പക്ഷെ പ്രാർത്ഥിക്കാൻ വരുന്ന പ്രീസ്റ്റിനെ കടത്തുമായിരുന്നു. അച്ഛൻ്റെ കൂട്ടത്തിൽ ഞാനും അനിയത്തിയും ഞങ്ങൾ അപ്പച്ചനും അമ്മച്ചും എല്ലാവരും ഇടിച്ച് കയറിയും കടന്നു. എന്തായാലും എന്ത് സംഭവിച്ചെന്നല്ല പറഞ്ഞത്, എന്നാൽ പിന്നെ അവരാരും തടസ്സപ്പെടുത്തില്ല, ഞങ്ങളും കടന്നപ്പോൾ ജോയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ബെഡിൽ, ഇങ്ങനെ ഇതുപോലെ പറഞ്ഞ പോലെ എല്ലാവരും ചുറ്റും കൂടി നിൽപ്പുണ്ട്, കുഞ്ഞിനെ കിടപ്പുണ്ട്. അവർ പ്രാർത്ഥിക്കാൻ അനുവദിച്ചു. അച്ഛൻ ഒത്തിരി സമയം എടുത്ത് പ്രാർത്ഥിച്ചു. അച്ഛൻ ആ ജോയിലിൻ്റെ കയ്യിൽ പിടിച്ച് ഞങ്ങളെല്ലാവരും കാലിൽ ഭാഗത്ത് നിന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ കയ്യിലും നെറ്റിലും തൊട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പം ആ സമയത്ത് ഞാൻ നേഴ്സാണ്, എൻ്റെ അനിയത്തി നേഴ്സാണ്, ഞങ്ങൾ ആരും അവൻ്റെ മോണിറ്ററിലോ അവൻ്റെ ECGയിലോ അവന് ജീവനുണ്ടോ ബ്രീതിങ് എടുക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ നോക്കിയേയില്ല. ഞങ്ങൾ അച്ഛൻ്റെ മുഖത്തോട്ട് നോക്കും, അവൻ്റെ മുഖത്തോട്ട് നോക്കും, ഞാൻ അവൻ്റെ കാലിലോട്ട് നോക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചു. 1 മണിക്കൂറോളം അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ജോയിൽ ആ ബെഡിൽ നിന്ന് ആകെ ഒരു ചാട്ടം ചാടി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അയ്യോ, അപ്പോഴാണ് ഞങ്ങൾ ഓർക്കുന്നത് തന്നെ, അയ്യോ ജീവനില്ല എന്ന് പറഞ്ഞതായിരുന്നല്ലോ. അപ്പോഴാണ് ഓർത്ത് ദൈവത്തിൻ്റെ ജീവൻ അവിടെ നിക്ഷേപിച്ചു ഞങ്ങൾ മുതൽ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി ഒന്നും അവന് സംഭവിക്കത്തില്ല. അച്ഛൻ പറഞ്ഞ് ധൈര്യമായിട്ട് നിന്നു, ഒരു നല്ല വിടുതൽ അവന് കിട്ടിയിട്ടുണ്ട്, ഒന്നും സംഭവിക്കത്തില്ല. അന്ന് സമാധാനമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അച്ഛനും അന്ന് രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങളും സമാധാനമായിട്ട് എല്ലാവരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഒന്നും സംഭവിച്ചില്ല. ചൊവ്വാഴ്ച രാവിലെ 7 മണിയായപ്പം ഡോക്ടർ പറഞ്ഞു, ജോയലിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല, വെന്റിലേറ്റർ ഊരി കിടക്കുന്നെന്ന്. കുഞ്ഞിൻ്റെ കൈയും കാലും ഭയങ്കര ഡിസ്ട്രെസ് ആയതുകൊണ്ട് കുഞ്ഞിൻ്റെ കൈയും കാലും എല്ലാം കട്ടിലിൽ ബന്ധിച്ചിട്ടിരിക്കുക. വെന്റിലേറ്റർ ഊരി കിടക്കുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. 1:3 എന്ന് പറയാൻ ജോയിലിൻ്റെ അടുത്ത് 3-4 നേഴ്സുമാർ എപ്പോഴും അവൻ്റെ ചുറ്റുമുണ്ട്. എങ്ങനെ ഇവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് കൈയും കാലും കെട്ടി ബന്ധിച്ചിട്ടിരിക്കുന്ന കൊച്ച് എങ്ങനെ വെന്റിലേറ്റർ നമുക്കറിയാമല്ലോ, നേഴ്സസിന് അറിയാം വെന്റിലേറ്റർ എത്ര ബലമായിട്ട് അവരത് ടേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ടേപ്പെല്ലാം ഊരി വെന്റിലേറ്റർ ഊരി സുഖമായിട്ട് കുഞ്ഞ് ബ്രീത് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കാതെ അങ്ങനൊരു സംഭവം അവിടെ നടക്കത്തില്ല. അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല, ആരും കണ്ടുമില്ല, അവൻ തന്നെ വെന്റിലേറ്റർ എല്ലാം ഊരി കിടക്കുന്നു, അവൻ തനിയെ ബ്രീതിങ് എടുക്കുന്നു. ഇനിയിപ്പോൾ അറിയത്തില്ല കേട്ടോ, ഇനി എപ്പോൾ വേണമെങ്കിലും വെന്റിലേറ്ററോട് തിരിച്ചു പോകാം. ഞങ്ങൾ പറഞ്ഞാൽ ഓക്കെ, ഞങ്ങൾക്ക് നല്ല ഉറപ്പ് ഇനി വെന്റിലേറ്റർ ഡൗൺ പോകത്തില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ ഡോക്ടർ എപ്പോഴും പറയും, നിങ്ങൾ സമാധാനിക്കാൻ വരട്ടെ, എപ്പോൾ വേണമെങ്കിലും വെന്റിലേറ്റർ തിരിച്ചു പോകാം എപ്പോഴെങ്കിലും. കാരണം മുമ്പത്തെ അവസ്ഥക്ക് അങ്ങനെയായിരുന്നല്ലോ, വെന്റിലേറ്റർ ഇടുക അങ്ങനെ. ഞങ്ങൾക്ക് നല്ല വിശ്വാസമായിരുന്നു, നമ്മുടെ ദൈവമാണോ എന്ന് പ്രവർത്തിച്ചു. ആ വെന്റിലേറ്റർ വലിച്ചു ഊരിയ ആളും ദൈവം തന്നെയാണ്. വീണ്ടും തിരിച്ചു പോകുന്ന ഒരു ദൈവമല്ല, തിരിച്ച അവസ്ഥയിലോട്ട് കൊണ്ടുവരുന്ന ദൈവമല്ല നമ്മുടേത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല. വെന്റിലേറ്ററിൽ നിന്ന് ഔട്ടായി. 24 hours കഴിഞ്ഞു, 48 hours കഴിഞ്ഞു. അവർക്ക് അവരുടെ കണ്ണുകൾ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. കുഞ്ഞ് നോർമലായിട്ട് ബ്രീതിങ് എടുത്തു. പിന്നെ റാപ്പിഡ് പ്രോഗ്രസ് എന്നാണ് പറയാം. കുഞ്ഞ് പിന്നെ കണ്ണ് തുറന്നു, സ്റ്റെപ്പ് ഡൗൺ ഐസിലോട്ട് മാറ്റി. വിതിൻ 1 month ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞ് നടന്ന് ഡിസ്ചാർജായി വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയധികം കർത്താവ് ഇങ്ങനെ ഓരോ സഹനത്തിലൂടെ നടത്തി കർത്താവിൻ്റെ സ്നേഹം ഒത്തിരി അധികം അനുഭവിക്കാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ബീനയ്ക്ക് എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്?
എനിക്ക് പ്രേക്ഷകരോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ജീവിതത്തിൽ ദൈവം തന്ന ദാനങ്ങൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു മാർഗ്ഗമാക്കരുത്. ദൈവം ദാനങ്ങൾ തരുന്നുണ്ട്, അല്ലെങ്കിൽ മക്കൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അതെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ഒത്തിരി മാതാപിതാക്കൾ ഈ ലോകത്തിലുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇല്ലാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളില്ലാത്ത, നമുക്കതെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ ദാനം. അതല്ലാതെ ദൈവത്തിന് അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ സമ്പത്ത്, അല്ലെങ്കിൽ കുടുംബം, അതിന് ദൈവത്തിൻ്റെ വലിയ ദാനം. അതും ഇല്ലാത്ത മക്കളും ഈ ലോകത്തിൽ ഉണ്ടെന്നുള്ളൊരു ഓർമ്മ നമുക്ക് വേണം. അപ്പോൾ അതെല്ലാം ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള ഒരു മാർഗ്ഗമായി കാണരുത്. അതെല്ലാം ദൈവത്തിൻ്റെ കൂടുതൽ അടുക്കാനുള്ളതായിട്ട് നമ്മൾ കരുതണം. ദൈവത്തിനോട് അടുക്കാൻ സഹനങ്ങൾ മാത്രം വന്നാലേ ദൈവത്തിനോട് അടുക്കുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് വന്ന അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴും ദൈവത്തിനോട് അടുത്ത് തന്നെ നിൽക്കണം എന്നുള്ളൊരിതുണ്ട്. ഈ ലോകത്തിൽ എന്ത് സൃഷ്ടികളായ തന്നെയും സൃഷ്ടാവിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം സൃഷ്ടികൾക്ക് കൊടുക്കരുത്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തെയാണ്. നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടു. നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മുടെ കൂടെ പിൻവലിക്കാത്ത സ്നേഹം തുറന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് നമ്മൾ ഈ ഭൂമിയിലോട്ട് വിട്ടത്. ദൈവത്തെ നമ്മൾ നിരാശപ്പെടുത്താൻ പാടില്ല. ദൈവം ആ പദ്ധതിയിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടെ കൊണ്ടുപോകും. പക്ഷേ അത് നമ്മൾ ആ ദൈവത്തിൻ്റെ പ്ലാൻ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ ലോകത്തിൽ എന്തുവരാനും സുഖിച്ചത് നഷ്ടം, സഹിച്ചത് നേട്ടം. സഹനം, ഈ ചെറിയ ചെറിയ സഹനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നേട്ടമായിട്ട് എടുക്കുക. സുഖങ്ങളെല്ലാം നഷ്ടങ്ങൾ, അതൊന്നും അവിടെ അതിന് കണക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് സുഖങ്ങൾ അനുഭവിച്ചാലും അതിനൊന്നും അവിടെ കണക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ സഹനങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ദൈവം അവിടെ ചെറിയൊരു പരിഗണന തരും. സഹിച്ചത് നേട്ടം, സുഖിച്ചത് നഷ്ടം എന്ന നോബർട്ടമ്മയുടെ ഒരു മുദ്രാവാക്യം. സഹിച്ചത് നേട്ടം, സുഖിച്ചത് നഷ്ടം. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മുദ്രാവാക്യം. ഏറ്റവും ഞാൻ താലോലിച്ചു കൊണ്ടുവരുന്നൊരു മുദ്രാവാക്യം. അത്രയാണ് ആ സഹനത്തിലൂടെ ദൈവത്തെ അനുഗ്രഹിക്കാൻ കിട്ടുന്ന വലിയൊരു അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക. അവിടുന്ന് ദൈവത്തെ പഴിക്കുകയോ ദൈവത്തിൽ നിന്ന് അകലുകയോ ചെയ്യാതെ അതെല്ലാം ദൈവം തരുന്ന ദാനങ്ങളാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്നേഹിക്കാൻ കൂടുതൽ അടുക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങളാക്കി ഏറ്റെടുക്കണം എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ബീനയുടെ ജീവിതത്തിൽ ഇനി ഒത്തിരി ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഈ ഒരു ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും എപ്പോഴും ബീനയുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹിതരെ, ബീനയെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും, ബീനയുടെ അനുഭവത്തിലൂടെ പോകുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അതെ, ബീനയെ വഴി നടത്തിയ അതേ ദൈവം തന്നെയാണ് നമ്മോടൊപ്പമുള്ളത്. ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുഞ്ഞുങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ.